Good afternoon to all. Good afternoon. Good afternoon, ma'am. Yeah, good afternoon. Okay, start here down. Start with prayer. Tadiptre and the side. ആനന്ദ സർഗവൈഭവം നിറഞ്ഞു നിൽക്കുമീ മഹാ പ്രപഞ്ച സീമറ്റോരുളിൽ നിറഞ്ഞിടുന്ന ദൈവമേ അപാരമാകൃപാവരങ്ങളെ ഞങ്ങൾക്ക് കുരുന്ന ചിത്തമാകവേ കരുത്തുകൾ നിറയ്ക്കണം ബുദ്ധിശക്തിയോന്മയം നിത്യശുദ്ധി വിനയവും സർഗസിദ്ധിയൊക്കെയും ഞങ്ങളിൽ നിറയ്ക്കണം പിറന്ന പുണ്യഭൂമിയോടെനിക്ക് കൂറു തോന്നണം മരിക്കുവോളം അമ്മയെ സ്മരിക്കുവാൻ കഴിയണം അനന്ത സർഗവൈഭവം നിറഞ്ഞു നിൽക്കുമീ മഹാ പ്രപഞ്ച സീമത്തോരുളിൽ നിറഞ്ഞിടുന്ന ദൈവമേ. Okay, here we go. Today thought, don't read success stories, you will only get message. Read failure stories, you will get idea to success. I repeat, don't read success stories, you will only get message. Read failure stories, you will get idea to success. APJ Abdul Kalam. Okay. മിസ്സേ ഞാനാണ് സൈൻ ഇൻ ചെയ്യേണ്ടത്. എനിക്കിന്ന് മിസ്സിന്റെ ക്ലാസ് ഒന്നും അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിലല്ല മലയാളത്തിലാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുഴപ്പമില്ല മിസ്സേ? അല്ല, മിസ്സിന്റെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് പ്രസന്റ് ചെയ്യാനാണ് ഇഷ്ടം. പക്ഷെ അറിയണ്ടായിരുന്നില്ല, മിസ്സിന് ട്യൂസ്ഡേ ആയിരുന്നില്ലേ? കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഓക്കെ. ഇന്ന് ഞാനിവിടെ ഒരു കുട്ടി സ്റ്റോറിയാണ് പറയാൻ പോകുന്നത്. ഒരു കാട്ടിൽ കുറെ തവളകൾ ഭക്ഷണം തേടി പോവുകയായിരുന്നു. അങ്ങനെ പോകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് 4 തവളകൾ ഒരു കുഴിയിൽ പെട്ടു. ഇത് കണ്ട് മറ്റു തവളകളൊക്കെ കുഴിയുടെ ചുറ്റും നിന്ന് നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ, ഈ കുഴി ഭയങ്കര വലുതാണല്ലോ, ഇതിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും സാധിക്കില്ല. നിങ്ങൾ 4 പേരും ഇതിൽ കിടന്ന് മരിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും പോയി. ഇത് കേട്ട 4-ലെ 3 തവളകൾ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങുന്നു. പക്ഷേ 4-മത്തെ തവളയാകട്ടെ ഇതൊന്നും ശ്രദ്ധിക്കാതെ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവൻ ശ്രമിച്ച് ഒരു ദിവസം കുഴിയുടെ മേലെ കടന്നു. മേലെ കടന്നു കഴിഞ്ഞപ്പോൾ മറ്റു തവളകളെല്ലാം ചോദിച്ചു, നീ എങ്ങനെയാണ് പുറത്തു കടന്നത്? ഇത് നിനക്ക് എങ്ങനെയാണ് സാധിച്ചത്? അപ്പോൾ 4-മത്തെ തവള പറഞ്ഞു, പിന്തിരിപ്പൻ ആശയങ്ങൾ പറയാൻ നമ്മുടെ ചുറ്റും കുറെ പേര് കാണും. അതുപോലത്തെ പിന്തിരിപ്പൻ ആശയങ്ങൾക്ക് ചെവി കൊടുക്കാതെ നമ്മൾ പരിശ്രമിക്കുകയും മുന്നോട്ട് പോവുകയുമാണ് വിജയത്തിന്റെ രഹസ്യം. താങ്ക് യു. സൈൻ ഇൻ ബൈ രമ്യ. ഓക്കെ. പിന്നെന്തെങ്കിലും വിശേഷം? സുഖാണോ? സുഖാണ്. മാമിന് സുഖാണോ? സുഖമില്ലാന്ന് പറഞ്ഞു കേട്ടു. അയ്യോ, ഞാനല്ലേ അത്. മറ്റേ വേറെ അശ്വതി മിസ് ഉണ്ടല്ലോ. വെനസ്ഡേയിലത്തെ അശ്വതി മിസ്സാണ്. അശ്വതി മിസ്സാണ്, ഞാനല്ല. അപ്പോ ക്ലാസ് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇവിടെ ഒന്ന് മാറ്റിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് ട്യൂസ്ഡേ കയറാതെ ഫ്രൈഡേ വന്നത്. മിക്കവാറും നെക്സ്റ്റ് വീക്കും ചിലപ്പോ നെക്സ്റ്റ് വീക്ക് ട്യൂസ്ഡേ ക്ലാസ് ഉണ്ടാവും. ഓക്കെ. ഇനി എല്ലാ വീക്കിലും മിസ് ഫ്രൈഡേ ആയിരിക്കോ? ഇല്ല, അത് ആ മിസ് ലീവ് ആയത് കൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ. ടൈം ടേബിളിൽ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ. അപ്പൊ ഇനി എന്റെ ക്ലാസ്സിലല്ലേ ട്യൂസ്ഡേ ആര് കയറുന്നോ അവരുടെ ക്ലാസ്സിലേക്കായിരിക്കും ഞാൻ വരാം. അങ്ങനെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ. ട്യൂസ്ഡേ ആതിര മിസ് കയറി, ആതിര മിസ്സിന്റെ കയറി ഞാൻ വന്നു, അങ്ങനെ ചിന്തിക്കാം. അല്ലെങ്കിൽ എന്റെ ക്ലാസ് മിസ്സാകില്ലേ, ഒരു വീക്ക് എനിക്ക് ക്ലാസ് കിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ പിന്നെ എന്തൊക്കെയാണ്
സുഖമായിട്ടിരിക്കുന്നു, ലഞ്ച് കഴിച്ചു, ആക്റ്റീവ് ആയിട്ടിരിക്കുന്നു അല്ലെ? അതെ മിസ്. ഓക്കെ. അപ്പൊ ഞാനിപ്പോ പെട്ടെന്ന് കയറി വന്നാൽ നിങ്ങൾക്ക് സൈൻ ഇൻ പറയാൻ ഇംഗ്ലീഷ് പറയാൻ പറ്റില്ലേ ആർക്കും? അറിയില്ലേ? അല്ല മിസ്, സൈനിന് ഇപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യുമല്ലോ, ലൈക്ക് സ്റ്റോറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യണ്ടേ? അപ്പോ ഇപ്പൊ ഇന്ന് ഓരോരുത്തരും ഓരോ രീതിയിലേ ചെയ്യാം. ഞാനാണെങ്കിൽ ഒരു സ്റ്റോറിയാണ് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ ഇനി പെട്ടെന്ന് പ്രിപ്പയർ ആവാൻ പറ്റില്ല. ബുക്സും എല്ലാം വേറെ ആയിരുന്നു. മിസ് വന്നപ്പോ വേഗം ഓടിപ്പോയി ബുക്ക് എടുത്തിട്ട് വന്നതാ. Okay, yeah, it's alright. പ്രെഡിക്റ്റ് ചെയ്തില്ലേ മിസ് ഇന്ന് മിസ് വരുന്നു വിചാരിച്ചില്ലേ? ഞാൻ അങ്ങനെയാണ് പെട്ടെന്ന് പക്ഷെ എഴുതുന്നത്. ട്യൂസ്ഡേ വിഷമായി മിസ്സിന്റെ ക്ലാസ് എന്ന് വെച്ചിട്ട് എല്ലായിടത്തും പ്രിപ്പയർഡ് ആയിട്ട് പ്രപ്പോസിഷൻ പഠിക്കാനിരിക്കുമ്പോ വേറെ മിസ് വന്നപ്പോ കഷ്ടായില്ലോ എന്ന് ഓർത്തു. ട്യൂസ്ഡേ ഇംഗ്ലീഷ് പേരെല്ലാം വായിച്ചിട്ടുണ്ടായിരുന്നു മിസ്. എന്തോ ട്യൂസ്ഡേ ഇംഗ്ലീഷ് പ്രയർ വായിച്ചിട്ടുണ്ടായിരുന്നോന്ന്. കുഴപ്പമില്ല. അപ്പോ അങ്ങനെ ഇപ്പൊ ഞാനല്ല എങ്കിൽ നിങ്ങള് അപ്പൊ പ്രിപ്പയർ ചെയ്ത് ചേഞ്ച് ചെയ്യാം. മലയാളമാണല്ലോ, അവിടെ കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് എന്തും പറയാറ്. മനസ്സിലായോ? അപ്പൊ പ്രിപ്പയർ ചെയ്ത് തന്നെ പറയണമെന്നില്ല. വെറുതെ അന്തരീക്ഷ സോങ് ഇങ്ങോട്ട് പോയല്ലോ അല്ലെ? അപ്പൊ ട്യൂസ്ഡേ കളഞ്ഞത് വിഷമായി എന്നൊക്കെ പറയില്ലേ, ചുമ്മാ. അല്ല മിസ്, കാര്യമായിട്ട് പറഞ്ഞതാ. ഞാൻ വിശ്വസിച്ചു ഞാൻ. മിസ് ചുമ്മാ പറഞ്ഞതല്ല, ശരിക്കും പറഞ്ഞതാ. ഞാൻ ചുമ്മാ പറഞ്ഞേ. ഓക്കെ, ഞാനും അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ വീക്ക് എന്റെ ക്ലാസ് പോകും, അതുകൊണ്ടാണ് ഞാൻ വേഗം ഫ്രൈഡേ ഒന്നും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കയറിയത് കേട്ടോ. എനിക്കിപ്പോ 1:30 വരെ ക്ലാസ് ഉണ്ട്. സോ എന്റെ വേറെ ക്ലാസ് വേറെ ടീച്ചറിന് കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്, അഡ്ജസ്റ്റ് ചെയ്തിട്ട് കയറിയതാണ്. ഓക്കെ, അപ്പൊ ആ ഇഷ്ടം എനിക്കും തിരിച്ചും അങ്ങോട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്ന് ക്ലാസ്സിൽ വന്നത്. എനിക്കിന്ന് ടൈമില് 16 ആണ്, 16 ആണുള്ളത്. സോ 16 വേറെ ടീച്ചർ കൊടുത്തിട്ട് ഞാൻ 15 എടുത്തു. ഓ താങ്ക് യു മിസ്. ഓക്കെ. മിസ് എന്താണെന്നറിയില്ല, പ്രപ്പോസിഷൻ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല, തോന്നുന്നു. അതെ അതെ, ഞാൻ വിശ്വസിക്കുന്നുമല്ല. ഇംഗ്ലീഷ് പഠിക്കാൻ പൊതുവെ ഇപ്പൊ ഇഷ്ടമാണ് എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലെ? സമ്മതിച്ചു. അല്ല മിസ്, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞില്ല, പ്രപ്പോസിഷൻ പറഞ്ഞോളൂ. അപ്പൊ ഇംഗ്ലീഷ് പ്രപ്പോസിഷൻ ഇംഗ്ലീഷ് ഇല്ലല്ലേ അല്ലെ? ഇംഗ്ലീഷിലല്ലോ പ്രപ്പോസിഷൻ, മനസ്സിലായില്ലേ? മലയാളത്തിൽ പഠിക്കാൻ അങ്ങനെയല്ല മിസ്, ചില ടോപ്പിക് വരുമ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് വരും ഓട്ടോമാറ്റിക് ആയിട്ട്. എന്താണെന്നറിയില്ല. വരും. ടെൻസ് വരുമ്പോ ഇതിന് നല്ല ഇൻട്രസ്റ്റ് ആയിക്കോട്ടോ. അയ്യോ, ഭയങ്കര രസം. നിങ്ങൾ പേടിക്കുന്ന ഒരു ടോപ്പിക് ആണെങ്കിലും അത് പഠിച്ചു വരുമ്പോ നല്ല രസമാണ്. അത് ചുമ്മാ കളിച്ചു പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ടെൻസ്. പക്ഷെ സമയം അവിടെ പ്രപ്പോസിഷൻ കഴിഞ്ഞാൽ പോകും, ടെൻസിലേക്കാ പോവാ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കുറെ സംസാരിക്കണ്ട, സംസാരിച്ച് നമ്മൾ നിർത്തില്ല അല്ലെ? അതുകൊണ്ട് സംസാരം കുറിച്ചിട്ട് ക്ലാസ്സിലേക്ക് പോവാം. അതുമല്ല, നമുക്ക് പെട്ടെന്ന് പോർഷൻസ് പോകണമെന്നും തീർക്കണമെന്നും ഒരു ആവശ്യമില്ല കേട്ടോ. ഇനി ഒരുപാട് ടൈം ഉണ്ട്, സ്ലോവില് പോയാൽ മതി. ഓക്കെ, അപ്പോ കംപ്ലീറ്റ് ചെയ്ത പ്രപ്പോസിഷൻ ഏതൊക്കെയാണ്? മിസ് ലാസ്റ്റ് ഡ്യൂറിങ് വരെയാണ് എടുത്തത്. ഡ്യൂറിങ് എടുത്തു. അപ്പൊ ഇൻ, ഓൺ, അറ്റ്, സിൻസ്, ഡ്യൂറിങ്. ഇൻ, ഓൺ, അറ്റ്, സിൻസ്, ഡ്യൂറിങ്. അതെ മിസ്, 5. സിൻസ്, ഡ്യൂറിങ്. അപ്പൊ ഈ 5 പ്രിപ്പോസിഷൻ ക്ലിയർ അല്ലേ? യെസ്, ഓക്കെ. ക്ലിയർ ആണ്. അപ്പോ നമ്മള് പ്രിപ്പോസിഷൻസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഞാൻ പഠിപ്പിക്കുമ്പോ നമ്മൾ ടെക്സ്റ്റ് ബേസ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അത് കുറച്ചുകൂടി നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് പഠിക്കുന്നു എന്ന് മാത്രം. പക്ഷേ ടെക്സ്റ്റിൽ പഠിപ്പിക്കാത്തത്, ഞാൻ പറഞ്ഞു തരാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മനസ്സിലായോ? അതെല്ലാം നിങ്ങൾ സെർച്ച് ചെയ്ത് പഠിക്കണം കേട്ടോ. അപ്പൊ സിൻസ് ആയിക്കോട്ടെ, ഡ്യൂറിങ് ആയിക്കോട്ടെ, സിൻസ് എസ്പെഷ്യലി സിൻസ് ഞാൻ കുറച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, മുതൽ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ സിൻസ് നമുക്ക് വേറെ രീതിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് സെർച്ച് ചെയ്യാം കേട്ടോ. ഒന്ന് സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ ഡിസ്കസ് ചെയ്യുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പഠിക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ പറയുന്നത്, എനിക്കൊരു ലിമിറ്റ്സ് ഉണ്ട് അല്ലെ? നമ്മുടെ ടെക്സ്റ്റ് വൈസ് ആണ് പറയാ. അതുപോലെ നിങ്ങൾ ബിഗിനേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് ഞാൻ ഹെവി ആയിട്ട് പറഞ്ഞ കൺഫ്യൂഷൻ ആകുകയുള്ളൂ. ഇപ്പൊ നിങ്ങൾ പ്രപ്പോസിഷൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് കൊണ്ടാണ് അല്ലെ? മനസ്സിലാകാതെ പഠിപ്പിക്കാനും പറ്റും. കാരണം എന്താണ്, അവിടെ നിന്ന് ഇവിടുന്ന് വലിച്ചു ആരെടുത്ത് കൊണ്ട് നിങ്ങൾക്ക് തന്നാല്
എനിക്ക് എന്റെ ജോലി കഴിഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകില്ല. അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം, ഒരു ആസ് എ ബിഗിനേഴ്സ് എന്ന നിലയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമാണ് ഞാൻ പഠിപ്പിക്കുന്നത്. പക്ഷെ അത് മാത്രം പഠിച്ചാൽ പോരാ. അത് ഞാൻ പറയുന്നുണ്ട്, അത് മാത്രം പഠിച്ചാൽ പോരാ. എന്നും ഒന്നും ബിഗിനറായിട്ട് നിങ്ങൾക്ക് കാര്യമുണ്ടോ? പറ്റില്ല. ഇന്റർമീഡിയറ്റിലേക്ക് പോകണം, അഡ്വാൻസിലേക്ക് പോകണം. നീ അങ്ങോട്ട് പോകണമെങ്കിൽ നിങ്ങൾ തന്നെ കുറെയൊക്കെ കഷ്ടപ്പെടണം. നിങ്ങൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് റെഫർ ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. മറ്റ് സബ്ജക്ട് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇംഗ്ലീഷ് അങ്ങനെ തന്നെ പഠിച്ചേ പറ്റുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പഠിക്കുക. ഓരോ ടോപ്പിക്കും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ റെഫർ ചെയ്യുക, കണ്ടുപിടിക്കുക. യൂട്യൂബിലാണെങ്കിൽ സെർച്ച് ചെയ്ത് കിട്ടുമല്ലോ, ഒരുപാട് ക്ലാസ്സസ് അവൈലബിൾ ആണ്. പഠിക്കുക. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരുവിധം നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അത് കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ പറ്റും. ഒരു കണ്ടിന്യൂഷൻ കളയാതെ പഠിക്കാൻ നോക്കാം. കാരണം ഇനി നിങ്ങൾ വിചാരിക്കുക ഓക്കെ കോഴ്സ് കഴിയട്ടെ എന്ന് വിചാരിക്കുക, അതിനുശേഷം നമുക്ക് പഠിക്കാം. അങ്ങനെ ഒരു ചിന്ത വേണ്ട കേട്ടോ. നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബ്രെയിൻ അതിനോട് കുറച്ച് കണക്റ്റഡ് ആണ്, അറ്റാച്ച്ഡ് ആയി വന്നുകൊണ്ടിരിക്കുക. സോ ആ ടൈമിൽ നമുക്ക് കുറച്ചുകൂടെ അതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതൊരിക്കലും മറക്കില്ല. കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓരോ പ്രപ്പോസിഷൻസ് ആണെങ്കിൽ നമ്മൾ കണക്ട് ചെയ്താ പഠിച്ചേ. ആ കണക്ട് ചെയ്ത് പഠിച്ചത് കൊണ്ട് നിങ്ങൾ അത് ഒരിക്കലും മറക്കില്ല. അതേപോലെ ഇതിൽ കൂടുതൽ ഞാൻ പഠിപ്പിച്ചതിൽ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, മറക്കരുത്, ചെയ്യണം. നമ്മൾ പഠിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു. എന്തായാലും ചുമ്മാ വന്നതല്ല. ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്തല്ലോ അല്ലെ? ടീച്ചർ ആകും അന്ന് പഠിക്കാം എന്ന് വിചാരിക്കല്ലേ കേട്ടോ. അപ്പോഴേ പഠിച്ചു പോവാ. എപ്പോഴാണ് ജോലി കിട്ടാ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ വേണമെങ്കിൽ ഇപ്പൊ കിട്ടാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇന്റർവ്യൂവിന് പോയപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പറ്റുന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നും നാളത്തേക്ക് വെക്കണ്ട, ഇന്ന് തന്നെ പഠിക്കുക. അതിനുവേണ്ടി സമയം കണ്ടെത്താം. ഇത് പറയാൻ കാരണം 18th ബാച്ച് MT 18th ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കുറച്ച് ആഴ്ചകളേ ആയിട്ടുള്ളൂ. പക്ഷെ അതിലൊരു കുട്ടിക്ക് ജോലി കിട്ടി. വർക്കിംഗ് ആണ്, ഇപ്പോ ടീച്ചറായിട്ട് വർക്കിംഗ് ആണ്. സർട്ടിഫിക്കറ്റ് പോലും കിട്ടിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ കോഴ്സില്. പക്ഷെ എന്താണ് പുള്ളി എന്താണ് ജോയിൻ ചെയ്തു, വർക്കിംഗ് ആണ്, ക്ലാസ്സിൽ ഇപ്പൊ വരുന്നില്ല. അത്രേ ഉള്ളൂ. നമുക്ക് പറയാൻ പറ്റില്ല സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം ജോലി കിട്ടാം എന്നൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ കഴിവാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമുക്ക് നല്ല സ്കിൽ ഉണ്ടോ, പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടോ, കുട്ടികൾ സാറ്റിസ്ഫൈഡ് ആണോ, അവർ എൻജോയ് ചെയ്യുന്നുള്ളത് മാത്രമാണ് മാനേജ്മെന്റ് നോക്കുക. ഓക്കെ, ആ ഒരു കഴിവുണ്ട്. നമ്മൾ നന്നായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അപ്പോയിന്റ്മെന്റ് ചെയ്യും, എന്തായാലും ജോലി. അതുകൊണ്ട് ഇപ്പോഴേ പഠിച്ചു പോവാം. ആ ഒരു സ്കില്ല് നമ്മൾ എപ്പോഴേ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഓക്കെ. അപ്പോ ഇനി നെക്സ്റ്റ് പ്രപ്പോസിഷൻ 4 ആണ് കേട്ടോ. 4 നമ്മള് സിൻസ് പഠിച്ച പോലെ അതുമായി കണക്ട് ചെയ്ത് നമുക്ക് 4 പറയാം. സിൻസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരുന്നു അല്ലെ, രാവിലെ മുതൽ വൈകിട്ട് മുതൽ എന്നൊക്കെ പറയാം. സിൻസ് നമുക്ക് വേറെ രീതിയിൽ ഉപയോഗിക്കാം. ആഡ്വേർബ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. മുതൽ എന്നല്ലാത്ത രീതിയിൽ പറയാനുണ്ട്. It's been a long time since we met. അവിടെ എന്തുകൊണ്ട് സിൻസ് വന്നു ചോദിച്ചിട്ടാണ്, ആലോചിക്കൂ കേട്ടോ. It's a long time since we met. നമ്മൾ കണ്ടിട്ട് ഒരുപാട് കാലായി എന്നാ പറഞ്ഞ. അവിടെ സിൻസിന്റെ ഉപയോഗം എന്താ? സെർച്ച് ചെയ്യൂ, കണ്ടുപിടിക്കൂ. ഓക്കെ, അപ്പോ 4ലേക്ക് വരാണ്. അപ്പോ സിൻസ് മുതൽ എന്നാണെങ്കിൽ, രാവിലെ മുതൽ രാത്രി മുതൽ എന്നാണെങ്കിൽ അതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് കാണിക്കുന്നത്. ഇവിടെ 4ലേക്ക് വരാണെങ്കിൽ അത് ഇറ്റ്സ് നോട്ട് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇറ്റ്സ് എ ഡ്യൂറേഷൻ ഓഫ് ടൈം ഓർ ഡ്യൂറേഷൻ ഓഫ് പീരീഡ്. ഡ്യൂറേഷൻ ആണ്, ഒരു കാലയളവാണ്. നിങ്ങളിപ്പോ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ എത്ര നാളായി? 5 months. എന്തോ 6 months അല്ലേ? ഒരു 3 മാസം ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു 4 മാസം ആയിട്ടുണ്ട് അല്ലെ? 5 മാസം. 5 മാസം. 5 മാസം. 5 മാസം കൂടിയേ ഉള്ളൂ. എന്താണ്? ഓക്കെ, അപ്പൊ അറൌണ്ട് 5 months. 5 മാസമാണ്. ഇതൊരു ഡ്യൂറേഷൻ അല്ലേ? ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്നാ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തേ, എന്നാ ജോയിൻ ചെയ്തേ? ജൂൺ 30. ഗവൺമെന്റ്. അപ്പൊ സിൻസ് ജൂൺ എന്ന് പറയും. സിൻസ് ജൂൺ എന്ന് പറഞ്ഞു. 4-5 months എന്ന് പറഞ്ഞു. രണ്ടിന്റെ വ്യത്യാസം മനസ്സിലായോ? അത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്.
ഒരു പെർട്ടിക്കുലർ നമ്മൾ ഒരു മന്ത് എടുത്താ പറഞ്ഞേ ജൂലൈ. പക്ഷെ ഫോറിലേക്ക് വന്നപ്പോഴോ എത്ര മാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ ഒരു പീരീഡ് ആണ് ചോദിച്ചത്. അപ്പൊ 5 months എന്നാ പറഞ്ഞത്. ഫോർ 5 months. അപ്പൊ ഒരു പീരീഡ് ഡ്യൂറേഷൻ പറയാൻ നമ്മൾ ഫോർ യൂസ് ചെയ്യും. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്, ഡ്യൂറേഷൻ ഓഫ് ടൈം. ഫസ്റ്റ് പോയിന്റ് എഴുതി വെച്ചോളൂ, ഡ്യൂറേഷൻ ഓഫ് ടൈം. ഡ്യൂറേഷൻ ഓഫ് ടൈം നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ മലയാളത്തിലോ എങ്ങനെയുള്ള എഴുതാം കേട്ടോ, ഡ്യൂറേഷൻ ഓഫ് ടൈം. പിന്നെ നമ്മൾ ഫോർ യൂസ് ചെയ്യാ, ഞാൻ നിനക്ക് വേണ്ടി കാത്തു നിൽക്കായിരുന്നു എന്ന് പറയാനല്ല, നിനക്ക് വേണ്ടി കാത്തു നിൽക്കാണ്, ഐ എം വെയിറ്റിംഗ് ഫോർ യു, നിനക്ക് വേണ്ടി. സോ വേണ്ടി എന്നൊരു വാക്കൊരു മീനിങ് കൂടെ ഫോറിനുണ്ട്. വേണ്ടി, ഞാൻ ഈ ഗിഫ്റ്റ് വാങ്ങിയത് നിനക്ക് വേണ്ടിയാണ്, ഗിഫ്റ്റ് ഫോർ യു. അപ്പൊ ഫോർ മീൻസ് വേണ്ടി എന്ന് കൂടെ എഴുതാം. ഈ രണ്ട് പോയിന്റ്സ് ആണ് ഫോറിനെ കുറിച്ച് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, ക്ലിയർ? ഒരെണ്ണം ഡ്യൂറേഷൻ പറയാനും പിന്നെന്താണ് വേണ്ടി എന്നൊരു മീനിങ് കൂടെയാണ് വരാം. ക്ലിയർ? ഇതാണ് ഫോറിനെ കുറിച്ച് ഇത്രയും എനിക്ക് പറയാനുള്ളത് കേട്ടോ. എക്സാമ്പിൾ എടുത്ത് I have been studying for 3 hours. ഇവിടെ നമ്മൾ ഫോർ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു എക്സാക്ട് മന്തോ ഡേറ്റോ ടൈമോ ഒന്നും പറയില്ല. അതിന്റെയൊക്കെ കാലയളവ് മാത്രമേ പറയൂ. എത്ര മണിക്കൂർ, എത്ര മാസം, എത്ര വർഷം. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ പീരീഡ്സിനെയാണ് ഇവിടെ പറയാ. നോട്ട് എക്സാക്ട്ലി ടൈം ഓർ ഡേറ്റ് ഓർ എനിത്തിങ്. ഓക്കെ, എക്സാക്ട്ലി നമ്മളൊന്നും പറയില്ല. കറക്റ്റ് ആ ഒരു മന്തോ ഇയറോ ഡേറ്റോ പറയണമെങ്കിൽ അതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരിക്കണം. സോ വി ക്യാൻ യൂസ് ദ പ്രിപോസിഷൻ സിൻസ് ദേ ആർ. ഓക്കെ, അവിടെ സിൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷെ എല്ലാ മാസത്തിന് മുൻപും എല്ലാ ഇതിനു മുമ്പും സിൻസ് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. അതിന്റെ സിറ്റുവേഷൻ നോക്കണം, അതെങ്ങനെയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ആ മീനിങ് എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം മാത്രം പ്രിപോസിഷൻ ആഡ് ചെയ്യുക. അല്ലാതെ എല്ലാ ഡേറ്റും മന്തും കാണുന്നതുകൊണ്ട് സിൻസ് ആണ് എന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ക്ലിയർ? ഇപ്പൊ ഡേ ആണ് വരുന്നെങ്കിൽ ഓൺ യൂസ് ചെയ്യും, സിൻസ് യൂസ് ചെയ്യും. ഇതെല്ലാം മീനിങ്ങിനെ ബേസ് ചെയ്തിരിക്കും. ആ ഒരു സിറ്റുവേഷൻ എന്താണ്, അതിന്റെ മീനിങ് എന്താണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് പ്രിപോസിഷൻ ഒക്കെ ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഫോർ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഒരു 3 മാസമായിട്ട്, ഒരു 3 മണിക്കൂറായിട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇവിടെ ഫോർ യൂസ് ചെയ്യാം. അപ്പൊ ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഫോർ 3 hours എന്ന് പറയുമ്പോ ഞാൻ 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഫോർ 3 hours. ഓക്കെ, നെക്സ്റ്റ്, he has living in London. He has living in London for 3 months. He has living in London for 3 months. This gift I bought for you. Okay? ഈ 3 എക്സാമ്പിളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് പ്രിപോസിഷൻ യൂസ് ചെയ്യുന്നത്. അല്ലെ, പ്രിപോസിഷൻ ഫോർ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? As usual, make examples with using this form. Okay? അതിനുശേഷം നമുക്ക് അടുത്ത പ്രിപോസിഷനിലൊക്കെ പോകാം. പിന്നെ 3 പ്രിപോസിഷനല്ലേ ഉള്ളൂ, ബൈ ആൻഡ് ബിറ്റ്വീൻ മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് വേണ്ട എക്സാമ്പിൾ ചെയ്തു കേട്ടോ. മിസ്, ദിസ് ഗിഫ്റ്റ് ഐ ബോട്ട് ഫോർ യു എന്നുള്ളത് പോലെ തന്നെ ഐ ബോട്ട് എ ഗിഫ്റ്റ് ഫോർ യു എന്ന് അങ്ങനെയും പറഞ്ഞൂടെ? പിന്നെ ഞാൻ നിനക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിയത് പറയാം, അല്ലെങ്കിൽ വാങ്ങി എന്ന് പറയാം. ഒരു കാര്യം ചെയ്യൂ കേട്ടോ, നിങ്ങള് എക്സാമ്പിൾ ചെയ്താൽ അവിടെ സ്പേസ് കിട്ടും. ഫോറിനതാണ് എക്സാമ്പിൾ ചെയ്താൽ കുറച്ച് സ്പേസ് കിട്ടേക്കും. അത് നിങ്ങൾ പറയുന്ന എക്സാമ്പിൾസ് അവിടെ എഴുതേണ്ടി വരും. അടുത്ത പ്രിപോസിഷൻ പറയാൻ പറ്റൂലേ മിസ്? ദിസ് ഗിഫ്റ്റ് ഈസ് ഫോർ യു. ഗിഫ്റ്റ് നിനക്കാണ്, നിനക്ക് വേണ്ടിയാണ്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ തിരിച്ചു മറിച്ചിട്ട് പറഞ്ഞേ ഉള്ളൂ. പക്ഷെ മീനിങ് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും കേട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് സ്പേസ് വിടും കേട്ടോ. നമുക്ക് അടുത്ത പ്രിപോസിഷൻ സ്റ്റാർട്ട് ചെയ്യും.
അടുത്ത പ്രപ്പോസിഷൻ ബൈ ആണ് കേട്ടോ. ബൈ. അപ്പൊ ഫോറിന് വേണ്ടിയുള്ള എക്സാമ്പിൾസിന് വേണ്ടിയുള്ള കുറച്ച് സ്പേസ് ഇടാം. റൈറ്റ് ഓഫ് ദ എൻഡിങ് ബൈ. പ്രപ്പോസിഷൻ ബൈ. പോയിന്റ് ചെയ്തിരിക്കാം കേട്ടോ. ട്രാവൽ, communication, method of payment, travel, communication, method of payment, time. Same കേസിലാണ് നമ്മുടെ preposition by നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇത്രയും പ്ലേസ് അല്ല, ഒരുപാടുണ്ട്. മനസ്സിലാക്കി വെക്കാം. നമുക്ക് ഇമ്പോർട്ടന്റ്ലി ലൈഫിൽ നമുക്ക് എത്ര ആവശ്യമായത് ഇത്രയും പ്ലേസസ് ആണ് കേട്ടോ. ബൈ എന്ന് പറയുന്നത് ഒരു ത്രൂ ആണ്. ത്രൂ, നമ്മൾ എന്ത് ത്രൂ ആണ് ട്രാവൽ ചെയ്യുന്നത്, നമ്മൾ എന്ത് ത്രൂ ആണോ സംസാരിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ എന്ത് ത്രൂ ആണോ പേയ്മെന്റ് പേ ചെയ്യുന്നത്. സോ ഇതെല്ലാം എന്താണ്, എല്ലായിടത്തും നമുക്ക് ബൈ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോ ട്രാവൽ, നിങ്ങള് ബസ്, കാർ ഇതൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ ചോദിച്ച ചോദ്യമുണ്ട്, ട്രാവൽ വരുമ്പോ എന്തായിരിക്കും അല്ലെ? ഞാൻ ബസ്സിലാണ് കാറിലാണെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് വരും? ബൈ വരും. ട്രാവൽ ബൈ കാർ, ബൈ ട്രെയിൻ, ബൈ എനിത്തിങ്. അതവിടെ സ്മോൾ വെഹിക്കിൾ, ലാർജ് വെഹിക്കിൾ ഒന്നുമില്ല. ഏത് വെഹിക്കിൾ ആണെങ്കിലും നമുക്ക് ബൈ അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ബൈ ബൈക്ക്, എനിത്തിങ്. ഓക്കെ, അപ്പോ ട്രാവൽ ഓർ ഐ കെയിം ബൈ, ഞാൻ വന്നതും കാറിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അവർ പോയതും കാറിലാണെന്ന് പറയും. They went by bus, they came by car, I traveled by train. Okay, I will go by taxi, I will go by bike, two-wheeler, anything you can use or anything you can add preposition by. Okay, clear? Of course, എക്സാമ്പിൾസ് മാത്രം അവിടെ ജസ്റ്റ് എഴുതിയിരിക്കണം. മനസ്സിലായല്ലോ സംഭവം? മനസ്സിലായല്ലോ? കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇനി കമ്മ്യൂണിക്കേഷനിലേക്ക് വരാണെങ്കിൽ നമ്മൾ സംസാരിക്കും. പറഞ്ഞു മീഡിയാസ് വരുമ്പോ ഓൺ ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ? അപ്പൊ ഫോൺ ആയതുകൊണ്ട് ഓൺ യൂസ് ചെയ്യാം, അതും ഓക്കെയാണ്. ഇവിടെ ബൈയും യൂസ് ചെയ്തുകൊണ്ട് മിസ്റ്റേക്ക് ഒന്നും. ഓക്കെ, ഐ സ്പോക്ക് ടു ഹർ ബൈ ഫോൺ, ഫോൺ ത്രൂ ആണ് സംസാരിക്കുന്നവളോട്. ഓക്കെ, അപ്പൊ ഐ സ്പോക്ക് ടു ഹർ ബൈ ഫോൺ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഫോണിലൂടെ മാത്രമല്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ബൈ ഇമെയിൽ, ബൈ പോസ്റ്റ്, ഓക്കെ, ബൈ വാട്സ്ആപ്പ്, എനിത്തിങ്. സോ എന്ത് ത്രൂ ആണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവിടെ മെൻഷൻ ചെയ്യണമെങ്കിൽ ബൈ യൂസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ? അപ്പൊ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ അവിടെ എഴുതി വെച്ചോളൂ കേട്ടോ. എന്തായാലും നിങ്ങൾ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഐ സ്പോക്ക് ടു ഹർ ബൈ ഫോൺ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാലും മതി. അതിനുശേഷം നമുക്ക് എക്സാമ്പിൾസ് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. അത് മനസ്സിലായുള്ള സംഭവം എന്താണ്, ജസ്റ്റ് ത്രൂ. ബൈയുടെ അവിടെ വേണമെങ്കിൽ ത്രൂ എന്ന് വേണമെങ്കിൽ ഇതിലൂടെയാണ്. ഓക്കെ, ജസ്റ്റ് ബ്രാക്കറ്റിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഓൺ എഴുതി വെക്കാം ബൈ എന്താണ് എന്നുള്ളത് കേട്ടോ. അതുപോലെ തന്നെയാണ് മെത്തേഡ് ഓഫ് പേയ്മെന്റ്സിലും നമ്മള് ബില്ല് പേ ചെയ്യണത് എന്ത് ത്രൂ ആണ്? ഇപ്പൊ ക്യാഷ് മാത്രം അല്ലല്ലോ അല്ലെ? ബൈ ക്യാഷ്, ബൈ കാർഡ്, ബൈ ഫോൺ, ബൈ ചെക്ക്, എനിത്തിങ് അല്ലെ? സോ അതും എന്ത് ത്രൂ ആണ് നമ്മൾ പേ ചെയ്യുക, അവിടെ നമ്മൾ ബൈ യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് മെത്തേഡ് ഓഫ് പേയ്മെന്റ്സിലേക്ക് വരുന്നത്. അപ്പൊ ഈ 3 പോയിന്റും ക്ലിയർ ആയോ? ട്രാവൽ, കമ്മ്യൂണിക്കേഷൻ, മെത്തേഡ് ഓഫ് പേയ്മെന്റ് ക്ലിയർ. ഈ ടൈമിലേക്ക് വരാണ്. ഞാൻ അച്ചെടുത്തപ്പോ ഞാൻ പറഞ്ഞു എക്സാക്ട് ടൈം ആണെങ്കിൽ നമ്മുടെ അച്ച് യൂസ് ചെയ്യാം. പക്ഷേ 9 മണിയോട് കൂടി ഞാൻ വരും, 10 മണിയോട് കൂടി വരും, ഏകദേശം 10 മണിയാകുമ്പോഴേക്കും വരും എന്ന് പറയുന്നത് ഒരു എക്സാക്ട് ടൈം ആണോ? അല്ല. യോടെ എന്ന് പറയണമെങ്കിൽ ബൈ 10 o'clock എന്ന് പറഞ്ഞാൽ മതി. ബൈ 10 o'clock. അപ്പൊ നാളെയോട് കൂടി അല്ലെങ്കിൽ 10 മണിയോട് കൂടി അല്ലെങ്കിൽ 12 മണിയോട് കൂടി എന്നൊക്കെ പറയണമെങ്കിൽ ബൈ ആഡ് ചെയ്യാം. ഒരു ഏകദേശ കണക്കാണ് അവിടെ പറയുന്നത്, ഷുവർ അല്ല. എക്സാക്ട് ആണെങ്കിൽ നമുക്ക് അച്ച് ടൈമിലാണെങ്കിൽ അച്ച് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ അല്ല. ഇനിയിപ്പോ നാളെയോട് കൂടിയാണെങ്കിലും ബൈ ടുമാറോ എന്ന് പറയണം. ബൈ ടുമാറോ. Please send the payment by tomorrow. നാളെയോട് കൂടി ആ പേയ്മെന്റ് ഒന്ന് സെൻഡ് ചെയ്യും, നാളെയോട് കൂടി.
ബൈ ടുമാറോ ആണ്. ഓൺ ടുമാറോ എന്ന് പറയുമ്പോൾ നാളെ എന്നാണ്, നാളെ അയക്കണം എന്നൊരു മീനിങ് അവിടെ വരും. പക്ഷെ നാളെയോട് കൂടി എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ആയിട്ടാണ് വരുന്നത് അല്ലെ. നാളെയോട് കൂടിയുള്ള ടൈം ഉള്ളൂ അത് അപ്ലൈ ചെയ്യുമെന്നൊക്കെ പറയണല്ലോ. ബൈ ടുമാറോ അല്ലെങ്കിൽ ബൈ ഇത്ര ഡേറ്റ് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യും. ടൈമിന്റെ കാര്യത്തിൽ എവിടെ വേണമെങ്കിലും ബൈ യൂസ് ചെയ്യാൻ പറ്റും. ടുമാറോ എന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഡേ ആയിക്കോട്ടെ, ഡേറ്റ് ആയിക്കോട്ടെ, മന്ത് ആയിക്കോട്ടെ, ഇയറിലേക്ക് വരുമെന്ന് എനിക്കറിയില്ല, മന്ത് ആയിക്കോട്ടെ, അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ജനുവരിയോട് കൂടി, തിങ്കളാഴ്ചയോട് കൂടി, നാളെയോട് കൂടി അല്ല, എങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. സോ അവിടെയൊക്കെ നമുക്ക് എന്താണ് ബൈ പ്രപ്പോസിഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഒരു ടൈമിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്കൊരു 10 മണിയോട് കൂടി നമുക്ക് മീറ്റ് ചെയ്യാം. ഇവർ മീറ്റ് അറൌണ്ട് 5 o'clock എന്നും പറയാം, ഏകദേശം 5 മണി എന്നും പറയാം, ബൈ 5 o'clock എന്നും പറയാം. ഓക്കെ, ബൈ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നമുക്ക് അറൌണ്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും മറ്റ് യൂസ് ചെയ്യാൻ പാടില്ല. ചെയ്തത് കൊണ്ട് വലിയ മിസ്റ്റേക്ക് ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ച കാര്യവും അത് എഴുതി വന്നപ്പോഴും ഉള്ള വ്യത്യാസം മാത്രം. പക്ഷെ അതിപ്പോ നിങ്ങൾ എന്നോടാ പറഞ്ഞത്, നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണ് 5 മണിയോട് മീറ്റ് ചെയ്യാൻ എന്നാണ് ഉദ്ദേശിച്ചെങ്കിൽ മീറ്റ് ബൈ 5 o'clock എന്നാണ് പറയേണ്ടിയിരുന്നത്. പക്ഷെ നിങ്ങൾ പറഞ്ഞത് എന്തായിരിക്കും? അറ്റ് 5 o'clock ആണ്. കേട്ടെ, ഞാനെന്ത് മനസ്സിലാക്കാം? 5 മണിക്ക് മീറ്റ് ചെയ്യാം, മനസ്സിലായോ? പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച അങ്ങനെയല്ല. അപ്പൊ ആ ഒരു വ്യത്യാസമായിരിക്കും വരാം. അല്ലാതെ വലിയ ഗ്രാമറിലെ മിസ്റ്റേക്സ് ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. മീനിങ്ങിൽ ഒരു ചെറിയ വ്യത്യാസം വരും, അത്രയേ ഉള്ളൂ. കാരണം 10 മണിക്ക് ഞാനിവിടെ വന്നാല് നിങ്ങൾ പറയൂ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, ഞാൻ 10 മണിയോട് കൂടി വരാമെന്നല്ലേ പറഞ്ഞത്. ആ ഒരു വ്യത്യാസം വരും. അതാണ് വൈയും അറ്റും തമ്മിലുള്ള ചേഞ്ചസ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ എന്താ ഞാൻ പറഞ്ഞേ? പ്ലീസ് സെൻഡ് മെയിൽ അല്ലെങ്കിൽ പ്ലീസ് സെൻഡ് പേയ്മെന്റ് ബൈ ടുമാറോ, നാളെയോട് കൂടിയ പേയ്മെന്റ് ഒന്ന് സെൻഡ് ചെയ്യുന്നു. അപ്പൊ ഇത്രയാണ് എന്ത് ബൈനെ കുറിച്ച് പറയാനുള്ളൂ. ഇനി ഒരു പോയിന്റ് കൂടെ പറയുകയാണെങ്കിൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ, ദിസ് സ്റ്റോറി ഈസ് റിട്ടൺ ബൈ, ഒരാളുടെ പേര് റിട്ടൺ ബൈ, അല്ലെങ്കിൽ ദിസ് ഡ്രാമ റിട്ടൺ ബൈ ഷേക്സ്പിയർ. ഷേക്സ്പിയറാൽ എഴുതപ്പെട്ട ഒരു ഡ്രാമയാണ് അല്ലെ, അങ്ങനെയാണ് ഒരു മീനിങ് വരാം. പക്ഷെ ഇത് നമ്മൾ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്റ്റീവ് വോയിസിലാണ്. ആക്റ്റീവ് വോയിസും പാസീവ് വോയിസ് എന്താണെന്ന് തെളിച്ചത് അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ എഴുതി വെച്ചോളൂ കേട്ടോ. The picture was painted by Mira. മീരയാൽ വരയ്ക്കപ്പെട്ട പിക്ചർ ആണത്. The picture was painted by Mira. And the film is directed by somebody. ഇതിൽ പേര് എഴുതാം. അപ്പൊ അതൊക്കെ എന്താണ് എക്സാമ്പിൾസ് ആണ്. അപ്പൊ എന്താണെന്ന് മനസ്സിലാവും. ഇതൊക്കെ എന്താണ് ബൈ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആക്റ്റീവ് വോയിസ് എന്താണെന്ന് കൺഫ്യൂഷൻ ഇപ്പൊ വരേണ്ട ആവശ്യമില്ല. നമുക്ക് ടൈംസ് എടുക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട്, ആ ടൈമിൽ മനസ്സിലാവും. അപ്പൊ അത്രയും ഇപ്പൊ ബാക്കി പറഞ്ഞ 4 പോയിന്റ്സ് ക്ലിയർ ആണോ? ലാസ്റ്റ് പറഞ്ഞ 5ാമത്തെ പോയിന്റ് ഒഴികെ 4 പോയിന്റ്സ് എല്ലാം ക്ലിയർ ആണോ? അതെ മിസ്. അപ്പൊ അതേപോലെ തന്നെയാണ് ഒരു സ്പേസ് വിടും കേട്ടോ. എക്സാമ്പിൾ ചെയ്താണ് സ്പേസ് വിടാം. അടുത്ത പ്രിപ്പോസിഷൻ പഠിക്കും. അടുത്തത് ബിസൈഡ്, സോറി ബിറ്റ്വീൻ ആണ് കേട്ടോ. ബിറ്റ്വീൻ ബിറ്റ്വീൻ മീൻസ് ഇടയിൽ എന്നാണ് മീനിങ് വരാം. ഇടയിൽ. ഓക്കെ, അപ്പോ ബിറ്റ്വീൻ എന്ന് പറയുമ്പോ 2-3 പേര്, കുറച്ച് ആളുകൾ എന്ന് പറയണം, 2-3 പേരുടെ ഇടയിൽ എന്ന് പറയുന്നത് കൂടി ഒന്ന് 2 പേര് ഇടയിൽ എന്ന് പറയണമെങ്കിൽ ബിറ്റ്വീൻ യൂസ് ചെയ്താൽ മതി. ഇടയിൽ 2 പേരുടെ ഇടയിലാണോ ഞാൻ ഉദ്ദേശിച്ചത്, ഒരുപാടല്ല, 2 പേരുടെ ഇടയിൽ. അപ്പൊ ഐ ആം സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദ 2 walls. ഞാൻ 2 വാളിന് നടുക്കാണ് നിൽക്കുന്നത്, ഞാൻ 2 വാളിന് ഇടയിലാണ് നിൽക്കുന്നത്. ഐ ആം സ്റ്റാൻഡിങ് ബിറ്റ്വീൻ 2 walls എന്ന് പറയാം. I'm standing between 2 walls. രണ്ട് വാളിന് ഇടയിൽ ഞാൻ നിൽക്കുകയാണെന്ന് പറയാം. അടുത്തൊരു എക്സാമ്പിൾ ആണെങ്കിൽ between us is more active. ഞങ്ങൾക്കിടയിൽ അവൻ
കുറച്ച് കൂടി ആക്റ്റീവ് ആണ്, അങ്ങനെയും പറയാലോ. അപ്പോൾ കുറച്ച് പേരാണ്, ഞങ്ങൾക്കിടയിലാണ്, ഞങ്ങൾ എന്ന് പറയുന്ന 2-3 പേരാകാം. ബിറ്റ്വീൻ us he is more active. പിന്നെ നമ്മൾ പറയുന്ന ഒരു പ്രയോഗമാണ് ചെകുത്താനും കടലിൽ നടുക്ക്, ചെകുത്താനും കടലിൽ ഇടയിൽ എന്ന് പറയാറുണ്ട്. Between the devil and the sky, sorry, sea. അങ്ങനെയും നമുക്ക് between the devil and the sea. Okay. അപ്പൊ ബിറ്റ്വീൻ എന്താണ് മനസ്സിലായല്ലോ, കുറച്ച് പേർക്കിടയിൽ എന്ന മീനിങ്ങിലാണ് വരിക. പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ just keep the secret between us. Just keep the secret between us. Okay. ആ സീക്രട്ട് നമ്മൾക്കിടയിൽ മാത്രം നിന്നാൽ മതി എന്ന് പറയും. ഇവിടേക്കാണ് ബിറ്റ്വീൻ യൂസ് ചെയ്യുക. അപ്പൊ ബിറ്റ്വീൻ എന്താണെന്ന് മനസ്സിലായല്ലോ, ഒരു ഇടയിൽ എന്നൊരു മീനിങ് ആണ്, കുറച്ച് പേർക്കിടയിലാണ്. എന്നാലൊരു ചോദ്യം ചോദിക്കട്ടെ മിസ്സേ, എന്തോ? നമ്മൾ ഇതന്നെ ഒരു ടൈം പീരീഡിലും ഇങ്ങനെ ബിറ്റ്വീൻ യൂസ് ചെയ്യില്ലേ? അതായത് ലൈക്ക് ഇൻവിറ്റേഷനിലൊക്കെ ബിറ്റ്വീൻ 9 AM to 10 AM അങ്ങനെയൊക്കെ ബിറ്റ്വീൻ വെക്കില്ലേ? യൂസ് ചെയ്യും. നമ്മുടെ മാരേജ് ലെറ്ററിൽ, കല്യാണ ലെറ്ററിൽ വരുമ്പോ, കൊടുത്തൊക്കെ വരുമ്പോ ബിറ്റ്വീൻ 1 o'clock അല്ലെ 1 to 2 PM എന്നൊക്കെ പറയും. അതാകുമ്പോ പെർട്ടിക്കുലർ ടൈമിനിടയിൽ എന്ന് പറയും. ഓക്കെ, അത് ടൈം ആകാം കേട്ടോ. അവിടെ ടൈമിന്റെ പീരീഡിന്റെ ഇടയിലാകാം, ഇയറിന്റെ ഗ്യാപ്പിൽ വരും, ഏജിന്റെ അവിടെ വരും. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ they lived in New York between 1998 and 2004 എന്ന് പറയാം. They lived in New York between 1998 or 2004. അതൊന്ന് റിപ്പീറ്റ് ചെയ്യോ? Okay, next ചെയ്തിട്ടുണ്ട് ഞാൻ. Okay, they lived in New York between 1998 and 2004. A child develops rapidly between the age of 13 and 16. Okay, അവിടെ ഏജിന്റെ കൂടെ നമുക്ക് ബിറ്റ്വീൻ യൂസ് ചെയ്യും. അപ്പൊ ഇടയിൽ എന്ന് പറയുമ്പോൾ എന്തിന്റെയും ഇടയിലാകാം, മനസ്സിലായോ? ആ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ബിറ്റ്വീൻ നമുക്ക് അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതൊക്കെയാണ് ബിറ്റ്വീനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ബിറ്റ്വീൻ എന്താണെന്ന് മനസ്സിലായി. ഇനിയിപ്പോ ഒരുപാട് ആളുകൾക്കിടയിൽ ഞാൻ നിന്നെ കണ്ടു എന്നാണെങ്കിൽ എന്താ പറയാ? എമങ് ആണോ മിസ്? എമങ് ആണ് കേട്ടോ, അത് എമങ് ആണേ. അപ്പൊ എമങ്ങും ബിറ്റ്വീനും മീനിങ് സെയിം തന്നെയാണ്, ഇടയിൽ എന്ന് തന്നെയാണെങ്കിലും അത് യൂസേജ് ഡിഫറെന്റ് ആണ്. ഓക്കെ, എമങ് ആണത്. അപ്പോ among the crowd, I saw him among the crowd. ഒരുപാട് ആ ക്രൗഡിനിടയിൽ ഞാൻ നിന്നെ കണ്ടു. ഇത് ഒരുപാട് ആളാണ് കേട്ടോ. ഓക്കെ, പിന്നെ എന്താ പറയാ, I saw a bird among the tree, അല്ലെങ്കിൽ among the leaves, അല്ലെങ്കിൽ among the leaves. ഒരുപാട് ആ ഇലകൾക്കിടയിൽ ഞാൻ ഒരു ബേർഡിനെ കണ്ടു. അപ്പൊ ഒരുപാട് ആളുകൾക്കിടയിലോ വസ്തുക്കൾക്കിടയിലോ എന്ന് പറയണമെങ്കിൽ എമങ് യൂസ് ചെയ്യണം. അവിടെ ബിറ്റ്വീൻ യൂസ് ചെയ്യാൻ പാടില്ല. ബിറ്റ്വീൻ യൂസ് ചെയ്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മീനിങ് അവിടെ കിട്ടില്ല. ഓക്കെ, അപ്പൊ എമങ്ങും ബിറ്റ്വീനും ഏകദേശം സെയിം മീനിങ് ആണെങ്കിലും യൂസേജ് ഡിഫറൻസ് ആണ്, അത് നോക്കി. അതുകൊണ്ടാണ് എമങ് പ്രപ്പോസിഷൻ പറയാൻ കാരണം. ടെക്സ്റ്റിൽ ഇല്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞതാണ് കേട്ടോ, കൺഫ്യൂഷൻ വരും. മാം, ബിറ്റ്വീനും ഇൻ ബിറ്റ്വീനും സെയിം യൂസ് ആണോ?
ബിറ്റ്വീൻ ഇൻ ബിറ്റ്വീൻ ഏകദേശം സെയിം തന്നെയൊക്കെ തന്നെയാണ് കേട്ടോ. ഇതില് വേറൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു പ്രപ്പോസിഷൻ പറയുകയാണെങ്കിൽ ഒന്നുമില്ല, നോക്കാം. Beside and besides. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സെയിം ആണോ? പ്ലൂറൽ ആണെങ്കിൽ എന്റെ ബിസൈഡ് പ്ലൂറൽ ആണോ? ബിസൈഡ്സ് അല്ല, ഡിഫറെന്റ് ആണ് കേട്ടോ. കാണുമ്പോ ഒറ്റനോട്ടത്തിൽ സെയിം ആയിട്ട് തോന്നും. ഒരു എസ് ഒന്ന് ആഡ് ചെയ്താൽ മതി, മീനിങ് തന്നെ മാറും. ബിസൈഡ് എന്താണ്? അരികെയാണ്. ബിസൈഡ്സോ ഇൻ അഡീഷൻ ടു, അത് കൂടാണ്ട് എന്ന് പറയും. ബിസൈഡ്സ് അത് കൂടാതെയാണ്. ഓക്കെ, ബിസൈഡ് അരികെ ആണെങ്കിൽ ബിസൈഡ്സ് കൂടാതെ എന്നാണ്. ഐ നോ ഇംഗ്ലീഷ് ബിസൈഡ്സ് ഫ്രഞ്ച്. ഫ്രഞ്ച് കൂടാതെ എനിക്ക് ഇംഗ്ലീഷ് അറിയാം. ഓക്കെ, ഐ ഹാവ് ബ്രദർ ബിസൈഡ്സ് സിസ്റ്റർ. എനിക്ക് സിസ്റ്റർ കൂടാതെ ബ്രദർ കൂടെ ഉണ്ട് എന്ന് പറയാം. അപ്പൊ ബിസൈഡ്സ് എന്താണ്? കൂടാതെ. ബിസൈഡ് ഐ സിറ്റ്, ഐ ആം സിറ്റിംഗ് ബിസൈഡ് മൈ ഫ്രണ്ട്. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ അടുത്താണ് ഇരിക്കുന്നത്. അത് അടുത്ത് അല്ലെങ്കിൽ അരികെ എന്ന് പറയാം. രണ്ട് മീനിങ് ആണ്. ഒറ്റനോട്ടത്തിൽ കണ്ട ഒരേ ലുക്ക് ആണെങ്കിലും രണ്ടും ഡിഫറെന്റ് ആണ്. ഓക്കെ, പക്ഷേ ബിറ്റ്വീൻ എമംഗോ കണ്ടാൽ ഡിഫറെന്റ് ആയിട്ട് തോന്നിയെങ്കിലും സെയിം മീനിങ് തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഒരുപാട് പ്രിപ്പോസിഷൻസ് ഉണ്ട് കേട്ടോ. എല്ലാം പഠിക്കാൻ പറ്റില്ലെങ്കിലും കുറച്ചെങ്കിലും പഠിച്ചു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണെന്നല്ലേ പറഞ്ഞേ? ഇത് ചോദിച്ചാണോ? കേട്ടില്ല. ഓക്കെ, അപ്പോ ഇനി ചെയ്യേണ്ടത് എന്താണ്? ഫോർ, ബൈ, ബിറ്റ്വീൻ, ഈ 3 പ്രിപ്പോസിഷൻ വെച്ചിട്ട് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഓരോ പ്രിപ്പോസിഷൻസും വെച്ച് 5 എക്സാമ്പിൾസ് വീതം ക്രിയേറ്റ് ചെയ്യും കേട്ടോ. ഫോർ വെച്ചിട്ട് 5, ബൈ വെച്ചിട്ട് 5, ബിറ്റ്വീൻ വെച്ചിട്ട് 5. അങ്ങനെ ഓരോന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി. ഓരോന്ന് മീൻസ് ഒന്നിച്ച് ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റ് ചെയ്യാം. പക്ഷെ ഓരോ പ്രിപ്പോസിഷൻ മാത്രം മതി. ഒരുമിച്ച് എല്ലാ പ്രിപ്പോസിഷനും ഒരുമിച്ച് ടൈപ്പ് ചെയ്യണ്ട, ഓരോന്ന് ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. അതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ, മിസ് ആദ്യം 4 അല്ലേ? ആദ്യം 4 എങ്ങനെ വേണമെങ്കിലും ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ഇവിടെ കിട്ടിയാൽ മതി എക്സാമ്പിള്. ഓക്കെ, I was waiting for you at the mall. Okay. I'm going for a trip to Ooty. Yeah. Ragi is good for Ragi. Okay. Ragi is good for health. Okay. Am makes the delicious cake for you. The preposition wise okay, Anna. That's why still take Canada. It's okay. I'm going for office. I'm going for office. Office in Vendi go on. I'm going to office. And office like go on. It 2 preposition തന്നെയാണ് ട്ടോ. 2 preposition യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ എന്തെങ്കിലുണ്ടോ? ഒരുപാട് സ്ഥലത്ത് 2 യൂസ് ചെയ്യാറുണ്ട്. ഒരുപാട് സ്ഥലത്ത്. അത് ഒരു kind of preposition തന്നെയാണ്. I'm working for a company. I'm working for a company. Okay. He has been practicing piano for 5 years. Yeah, I'm waited for 2 years. I'm waiting for 2 years. 2 hours. I will be waiting for you at the gate. Okay. She waited for 1 hour. She waited. Yeah. This came for you. I bought this for my brother. She's waiting for the bus. I'm waiting for him.
This pen I bought for you. Okay, correct. I made an appointment for 3rd of May. Okay, this saree I bought for Rani. Emoji is good for health. Really, thanks for you. Okay. I was wandering this city for 2 hours. I made food for you. Okay. നിങ്ങളാണ് ഞങ്ങളുടെ കോൺവെക്കേഷൻ ഡാൻസ് കണ്ടു എന്ന് പറഞ്ഞത് ആണോ? ആണോ? അതെ ആണല്ലേ? Next, this pen is for writing. Yeah. Then I made this cake only for you. Yeah. എല്ലാവരുടെ എക്സാമ്പിൾ എഴുതി എടുക്കണോ നോട്ടിലേക്ക്? കുറച്ചെങ്കിലും എഴുതത്തോളൂ. എല്ലാവരും എഴുതണമെന്നില്ല. പക്ഷെ പിക്ക് ചെയ്താണെങ്കിൽ അഞ്ചെണ്ണം എഴുതി വെക്കും. I'm still waiting for you. Okay. നിങ്ങളുടെ ബാച്ചില് കുറച്ച് പേര് മാത്രമാണ് ക്യാമറ ഓൺ ചെയ്യുന്നത്. ജയശ്രീ, രമ്യ, ലുതിയ, അനുമോൾ, ഇവരെയൊക്കെ എനിക്ക് കണ്ടാൽ അറിയാം കേട്ടോ. ഫേമസ് ഫോർ മോണ്ടിസോറി. ഓക്കെ, മോണ്ടിസോറിക്ക് മാത്രമല്ല ഫേമസ്, അത് ഞാൻ ഡിസഗ്രി ചെയ്യുന്നു. ഓക്കെ, നമുക്കിവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, HR ഉണ്ട്. He's living in London for 6 months. I am making a cake for you, this cake for you, this saree is for you. I'm studying for 5 hours. Okay. പറഞ്ഞു വരുന്നത് ക്യാമറ ഓൺ ചെയ്താണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആകുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ കോൺവെക്കേഷൻ വരുമ്പോൾ വെറുതെ ഇങ്ങനെ നിൽക്കുള്ളൂ. നിങ്ങൾ ഇരിക്കും, ഞാൻ ചിരിക്കും. ചിരിക്കില്ലെന്നല്ല, പേര് പറയുമ്പോൾ ചിലപ്പോൾ കത്തിന്ന് വരും. കാരണം ഇപ്പൊ മിക്കപ്പോഴും കോൺവെക്കേഷൻ ഉണ്ടല്ലോ, അപ്പൊ അവര് നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളെല്ലാം മിക്കപ്പോഴും എന്നെ കാണുന്നുണ്ട്. അപ്പൊ ഞാനോട് ഭയങ്കര കണക്റ്റഡ് ആണ് അല്ലെ? അപ്പൊ ക്ലാസ്സിലാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഭയങ്കര കണക്ഷൻ ആണ്. പക്ഷെ നേരിട്ട് വരുമ്പോ ഒരു കണക്ഷൻ എനിക്ക് കിട്ടില്ല കേട്ടോ. ക്ലാസ്സിൽ കാണുന്ന പ്രൊഫൈൽ പിക്കും പേരുമാണ് എനിക്ക് അറിയാവുന്നത്. നിങ്ങൾ നേരിട്ട് വരുമ്പോ ഞാൻ കുറച്ച് പണ്ടടിച്ച് നിൽക്കും. വേറെ കാര്യം, കുറച്ച് കഴിയുമ്പോഴേക്കും കത്താം. I sing the song for my husband. Okay. Okay, 4 മതി കേട്ടോ. ഇനി നെക്സ്റ്റ് ബൈ പറയും. ബൈ. We have booked the venue for July 10. How much do you pay for it? This machine is for slicing bread. I bought a gift for my friend, for missing Anna. I will go by bus. Okay. I will go by bus. Then ടെൻസ് പഠിക്കുന്ന സമയത്ത് ഈ പ്രപ്പോസിഷൻ അല്ലാതെ ആവശ്യമാണ് കേട്ടോ. ഞാൻ പറയുന്ന മലയാളം നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും. അത് നന്നായിട്ട് പഠിക്കാത്ത ടെൻസ്, സോറി പ്രപ്പോസിഷൻ. I will go there by bus. Okay, there ആഡ് ചെയ്തു. വെരി ഗുഡ്. ഈ സെന്റൻസ് നമുക്ക് അങ്ങനെ കുറച്ച് ലോങ് ആയിട്ട് പറയാൻ പറ്റുണ്ടോ? അപ്പൊ I will go by bus എന്ന് രമ്യ പറഞ്ഞു. അതിനുശേഷം രമ്യ ഒരു there ആഡ് ചെയ്തു. ഇതുപോലെ കുറെ നമുക്ക് ആഡ് ചെയ്തായിട്ട് ഞങ്ങൾ പോകാൻ പറ്റും. ഒരുപാട് പ്രപ്പോസിഷൻസ് വെച്ച് ആഡ് ചെയ്ത് പോകാൻ പറ്റും. ജസ്റ്റ് നമ്മൾ നോക്കണം കേട്ടോ, എപ്പോഴെങ്കിലും നിങ്ങൾ നോക്കണേ. I will go there by bus. വേറെ എന്തെങ്കിലും പറയാം.
എങ്ങനെ പോയി, എവിടെ പോയി, ആരുടെ കൂടെയാണ് പോകുന്നത്, ഇതൊക്കെ നമുക്ക് അതിൽ കണക്ട് ചെയ്യാൻ പറ്റും. I traveled by train, then I was bus to come by KR Mira. I paid the bill by cash. She walked by the park. I will make payment by cash. Okay. She talking to her. She talking to her friend to her friend by phone. Yeah. She's talking to her. Perfect. I went my home by car. Okay. The book was written by him. I'll be going with my friend by bus. I will go. Okay, tense wise നോക്കുന്നില്ല കേട്ടോ, കൺഫ്യൂഷൻ ആയിക്കോ. Finish the homework by evening. I will reply you by mail. We went to school by bus. He wrote the letter by hand. The house is by the river. Yeah. By അത് ഞാൻ പറയാൻ മറന്നു കേട്ടോ. ബൈക്ക് നിയർ ബൈ ദ റിവർ എന്നാണ് പറയേണ്ടത് ശരിക്കും. നിയർ ബൈ ദ റിവർ എന്ന് പറയാം. ബൈക്ക് അരികെ എന്നൊരു മീനിങ് കൂടെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ പറയാൻ വിട്ടു. അപ്പൊ എന്റെ വീട് പുഴയ്ക്കരികെ അടുത്താണ് എന്ന് പറയണമെങ്കിൽ ബൈ ദ റിവർ എന്ന് പറയും. ഓക്കെ, കടൽ തീരത്താണെങ്കിൽ ബൈ ദ സീഷോർ എന്ന് പറയും. He paid the cash by credit card. I will pay the fee by next Tuesday. Please send the cash by next day. The poem was written by Anu. Okay. Okay. She came by car. The poem was written by Tagore. The payment was paid by GPay. Please send the photos by tomorrow. I went to London by train. Winter season starts by the end of December. Okay. Then winter season already starting. By the end of December എന്ന് പറയാൻ പറ്റില്ല. By the end of November എന്ന് പറയാം. Okay. അപ്പൊ ബൈ മതി. ഇനി ഏതാണ് ബിപി? നെക്സ്റ്റ് ബിപി മിസ് ഇങ്ങനെ പറയാൻ പറ്റുമോ? ഹി പേ ദ ക്യാഷ് ബൈ ഗൂഗിൾ പേ. ഗൂഗിൾ പേ ഓർ ജിപേ രണ്ട് സെയിം തന്നെ ഷോർട്ട് ആക്കി പറഞ്ഞു. The poem is written by Vallathol. Okay. The Montessori class is between 1:32 to 2:30. I'm standing between walls. The waiting is between 12 p.m. and 1 p.m. I'm sitting between them. She lived in London between 2004. She's sitting between us. He was sitting between his parents. Okay. Everyone will see the message by phone. By phone. By പറയാൻ പറ്റില്ല കേട്ടോ. Everyone will see the message by phone പറയില്ല, on the phone. അങ്ങനെ പറയും. Okay. I'm standing between them. Okay. കാരണം അതവിടെ ഒരു മീഡിയ ആയിട്ട് മാറി. Everyone will see the message by phone എന്ന് പറയണമെങ്കിൽ ബെറ്റർ ഓൺ ദ ഫോൺ ആണ്, കാരണം അവിടെ ഒരു മീഡിയ ആണത്. Three is the number between 2 and 4. Okay. The marriage ceremony is between 12 p.m. 1 p.m. Okay. The pen is between the book. Delivery in Chodla between 2005. Write a conversation between mother and child. She stood between me and him. Courage is between two villages. Yeah.
ഓക്കെ, കഴിഞ്ഞോ? മതിയോ? The cat is between the two chair. What happened between you and John? Yeah. Okay, clear. So, എങ്ങനെയുണ്ടായിരുന്നു preposition? Complete ആയി. Chapter കഴിഞ്ഞു. കൊള്ളാം, പഠിച്ചു എല്ലാവരും. എക്സാംസ് ടെക്സ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. I had to choose between two jobs. Okay, I had to choose. And that's between my friends. Okay. അപ്പോ ഇനി ചെയ്യേണ്ടത്, ചാപ്റ്റർ കഴിഞ്ഞു, മോക്ക് ടെസ്റ്റ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നില്ല, മീൻസ് നാളെ അപ്ലോഡ് ചെയ്യുന്നില്ല. I go by bus and by the payment by Google Pay, she will pay card. Okay, clear. So preposition എല്ലാവർക്കും മനസ്സിലായി, ക്ലിയർ ആയി. എക്സ്ട്രാ 2 prepositions കൂടി ഞാൻ പറഞ്ഞു തന്നു. ഒരുപാട് prepositions ഉണ്ട്. എല്ലാം വേണം എന്ന് പറയാൻ പറ്റില്ല, എല്ലാം വേണം എന്നല്ല, എല്ലാം പഠിക്കണം. ക്ലാസ്സിൽ എടുക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഏതെങ്കിലും preposition നമുക്ക് ഡൗട്ട്ഫുൾ ആണ്, അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് പറയുകയാണെങ്കിൽ ക്ലാസ് എടുക്കാം. ഓക്കെ, ആലോചിച്ചിട്ടൊക്കെ പറയും, പെട്ടെന്ന് പറയണം. അന്ന് തന്നെ ചോദിച്ചാൽ അന്ന് തന്നെ പറയാൻ പറയരുത്, പ്രിപ്പയർ ചെയ്യാം അല്ലെ. എക്സാമ്പിൾസ് ആണെങ്കിലും വേറെ നമ്മൾ സെറ്റ് ചെയ്യും. അതുകൊണ്ട് പറഞ്ഞാൽ എടുക്കാം. ഓക്കെ, പിന്നെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നെക്സ്റ്റ് ക്ലാസ്സിൽ സമയം പോയത് അറിഞ്ഞില്ല, കുറെ നേരം ആയത് പറയുന്നു. വന്നപ്പോ തുടങ്ങി പൊക്കുന്ന ആൾ എന്താണ്? സത്യമാണ് മാം, സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ സമയം തിരിപ്പം നോക്കുമ്പോഴേ അപ്പൊ കണ്ടേ ഇത്ര വേഗം ആയോ എന്ന് വിചാരിച്ചു. ശരി വരുന്നത് എനിക്ക് മിക്ക ക്ലാസ്സിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാരും പറയുന്നുണ്ട്, എന്താന്ന് അറിയില്ല, അതെന്റെ കഴിവാണോ എനിക്ക് അറിയില്ല കേട്ടോ. അത് എന്താണെന്നറിയോ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കിപ്പോ ബോറടിക്കുന്നില്ല, ഇംഗ്ലീഷ് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഞാൻ അങ്ങനെ ആയിരിക്കാം, മേ ബി അങ്ങനെ പറയാനോ. മിസ്റ്റർ കാരണം തന്നെയാ ഒരു ഇൻട്രസ്റ്റ് വന്നു തോന്നുന്നു. അതെ, നിങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി ഇംഗ്ലീഷ്, അത്രയേ ഉള്ളൂ കേട്ടോ. പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് വേറെ ഒന്നുകൊണ്ടല്ല, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോ അത് നമുക്ക് ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെടുന്നത് എപ്പോഴാണ് നമ്മൾ ചെയ്യാൻ നമ്മൾ കംഫർട്ടബിൾ ആകുമ്പോഴാണ്. ഇപ്പോ നിങ്ങൾ പഠിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോ ഓക്കെ, നിങ്ങൾ സെറ്റ് ആണ്, ഇംഗ്ലീഷ് എനിക്ക് പറ്റും. അതുകൊണ്ട് ഇനിയും പഠിക്കണമെന്ന് ആഗ്രഹം വന്നു. അതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ സമയം പോകുന്ന അറിയാത്തത്. നിങ്ങൾ അത് കുറച്ച് എന്താണ് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുകയാണ്, അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സമയം പോയത് അറിയാത്ത കേട്ടോ. ക്ലാസ്സിന്റെ കൂടെ വന്ന് വന്നാലില്ല. ഓക്കെ, അഡ്വർബ് ഫ്രേസ്, നോൺ ഫ്രേസ് ഒക്കെ അതിനൊക്കെ അപേക്ഷിച്ച് നമുക്ക് പ്രിപ്പോസിഷൻ കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് മിസ്. അതെ, ഞാൻ പറഞ്ഞില്ല, അത് കുറച്ച് കൺഫ്യൂസിങ് ആണ് കേട്ടോ. പക്ഷെ പഠിക്കാം, ടെൻസ് പഠിക്കുമ്പോൾ കുറച്ച് എളുപ്പമാവും. ഇംഗ്ലീഷ് ഗ്രാമറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻ ടെൻസ് ആണ്. അതാണ് ശരിക്കും അതിന്റെ ബേസിക്. അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും പഠിക്കാൻ പറ്റും. ഓക്കെ, അതും ഇതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നമുക്ക് പഠിക്കാൻ. അപ്പോ ഇനി ചെയ്യേണ്ടത്, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ പ്രിപ്പോസിഷൻസിനെ കുറിച്ച് ബ്രീഫ് ആയിട്ട് എക്സ്ട്രാ നോളജോ എന്ത് വേണമെങ്കിലും പറയും. പഠിപ്പിച്ചതോ ഞാൻ പഠിപ്പിക്കാത്തായിട്ടോ എന്തുണ്ടെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വരാം. എന്നിട്ട് ക്ലാസ് എടുക്കണം. ഓക്കെ, ആസ് എ ടീച്ചറായിട്ട് ക്ലാസ് എടുക്കണം. പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാം, ആക്ടിവിറ്റീസ് ആണോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ക്രിയേറ്റീവ് ചെയ്ത് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ചിന്തിച്ച് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാം. എല്ലാവരും പ്രിപ്പയർ ആയിട്ട് വരും. ഞാൻ ഓരോരുത്തരും വിളിക്കും. ആരൊക്കെ ഞാൻ വിളിക്കും എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും പ്രിപ്പയർ ആകാം. 2 ദിവസം ഉണ്ട്, സാറ്റർഡേ ആൻഡ് സൺഡേ ഉണ്ട്. ഞാൻ എപ്പോൾ വരും എന്ന് പോലും പറയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിപ്പയർ ആയിരിക്കും. ഞാൻ പെട്ടെന്ന് കയറി വന്നിട്ട് അയ്യോ മിസ്റ്റേ ഞാൻ പ്രിപ്പയർഡ് അല്ല, മിസ് എന്ന് ഒരു എനിക്ക് അറിയില്ലായിരുന്നു എന്നൊന്നും പറയണം. ഓക്കെ, അതുകൊണ്ട് 2 ദിവസം ഉണ്ട് കേട്ടോ. പ്രിപ്പയർ ചെയ്യാം. ഈ പറയുന്ന ടെക്സ്റ്റിൽ പറഞ്ഞ പ്രിപ്പോസിഷൻസ് മാത്രം ക്ലാസ് എടുത്താൽ മതി. അത് എങ്ങനെ വേണമെങ്കിൽ ക്ലാസ് എടുക്കാം. ഞാനത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. എങ്ങനെ വേണമെങ്കിലും എടുക്കാം, ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഓക്കെ, എന്റർടൈൻ ചെയ്യാം, പല രീതിയിൽ എടുക്കാമല്ലോ ക്ലാസ് അല്ലെ. അത് നിങ്ങൾ അത് ആലോചിക്കും, എന്നിട്ട് പ്രസന്റ് ചെയ്യും കേട്ടോ. നല്ല രീതിയിൽ ക്ലാസ് എടുക്കും. എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ട് വരും കേട്ടോ. എല്ലാവരും ചെയ്യണം. ക്ലാസ് കുറെയൊക്കെ മുന്നോട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ക്ലാസ് എടുക്കണം.
ഓക്കെ ഷുവർ. റെഡി ആയിട്ട് വരാം. ക്യാമറ Okay, ഓൺ miss. ചെയ്യണം. സോ അതിനുവേണ്ടി പ്രിപ്പയർ ആയിട്ട് വരാം. ഓക്കെ ഷുവർ. ആണല്ലോ. അതിനുശേഷം നിങ്ങളുടെ ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ആരും എന്തോ പറയുന്നുണ്ടല്ലോ, എന്താ പറഞ്ഞേ? കേട്ടില്ല. ഒന്നും പറഞ്ഞില്ലല്ലോ. ഓക്കെ ആണോ? ഇല്ല മിസ്, ആരും പറഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പോ ക്ലിയർ അത്രയേ ഉള്ളൂ. പിന്നെന്താണ്, ഒരു 4 മിനിറ്റ് കൂടി ഉണ്ടാവും കേട്ടോ. പറയൂ, ഞാൻ നിങ്ങൾ സംസാരിക്കും. ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ഓർക്കുന്നില്ല, ക്ലാസ് കഴിഞ്ഞു, ചാപ്റ്റർ കഴിഞ്ഞു, പെട്ടെന്ന് കഴിഞ്ഞു. ഇനി എന്താണ്, അപ്പോ നിങ്ങൾ എക്സാമ്പിൾസ് എല്ലാം കറക്റ്റ് ആയിട്ട് മീൻസ് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതായത് പ്രപ്പോസിഷൻ മനസ്സിലാവും, എവിടെ യൂസ് ചെയ്യണത് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സെന്റൻസ് അയക്കുമ്പോ മിസ്റ്റേക്കും വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നത് എന്തൊക്കെയോ എവിടേക്കോ ഒരു അപാകത ഉണ്ട്. അത് ടെൻസ് പഠിക്കുമ്പോൾ ശരിയാവും കേട്ടോ. അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിച്ച് ബോധപ്പെടാവേണ്ട ആവശ്യമില്ല. ടെൻസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും എന്തൊക്കെയാണ് ഞാൻ അന്ന് വരുത്തിയ മിസ്റ്റേക്ക്. വേണമെങ്കിൽ ഇപ്പോ നിങ്ങൾ അയച്ചതെല്ലാം നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ, മെസ്സേജ്. പിന്നീട് അത് നോക്കി വായിക്കുമ്പോൾ ശരി വരും. ഓക്കെ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ടെൻസ് പഠിച്ചു കഴിയുമ്പോൾ നമുക്കറിയാലോ ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ റെഡി ആയിട്ട് വരാം. ക്ലാസ് ഒക്കെ ഓക്കെ ആണല്ലോ? ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഒരു പേടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രാമർ മിസ്റ്റേക്ക് അതിൽ വരുമ്പോ അറിയൂല മിസ് പെട്ടെന്ന്. ഇംഗ്ലീഷ് ശരിക്കും ഗ്രാമറിനെ ബേസ് ചെയ്തിട്ടല്ല കേട്ടോ നമ്മൾ സംസാരിക്കാം. ശരിയല്ലേ? ഇപ്പൊ മലയാളം സംസാരിക്കുന്നത്, മലയാളത്തിലും ഗ്രാമർ ഉണ്ട്. നമ്മൾ മലയാളം ഗ്രാമർ പറയുന്നത് അല്ല, അത് കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം, അത്രയേ ഉള്ളൂ. പക്ഷെ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ ഗ്രാമർ ആണ്, അത്രേ ഉള്ളൂ. എനിക്ക് വെള്ളം വേണം എന്ന് പറഞ്ഞെങ്കിൽ വാട്ടർ എന്ന് പറഞ്ഞാലും മതി, കുറച്ച് ആംഗ്യം കാണിച്ചാലും നമുക്ക് വെള്ളം കിട്ടും അല്ലെ? പക്ഷെ അത് നന്നായിട്ട് സംസാരിച്ച് നമുക്കത് കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ ആ ഒരു സെന്റൻസ് പറയണമെങ്കിൽ ഗ്രാമർ പഠിച്ചേ പറ്റും. ഓക്കെ, ഇനിയിപ്പോ മിസ് എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കും തോന്നിയത് അതാണ് മിസ്സെ. കുറെ ഗ്രാമർ പഠിച്ചോണ്ടൊന്നും, അതായത് ഞാൻ ഫുള്ളി ഗ്രാമർ അങ്ങനെ ഇൻവോൾവ് ആയിട്ടല്ല പഠിച്ചിരിക്കുന്നത്. എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു സെന്റൻസ് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്യും, ഓ ഇവിടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. അല്ലാണ്ട് ഡീപ്പായിട്ട് ഗ്രാമർ പഠിച്ചിട്ടില്ല, പക്ഷെ ആ സെന്റൻസ് പറയുമ്പോൾ നമുക്കറിയാം ഓക്കെ ഇത് ഫൈൻ അല്ല, ഇതിലെന്തോ പ്രശ്നം ഉണ്ടെന്നോ. അങ്ങനെ എപ്പോഴും എല്ലാവർക്കും എനിക്ക് തോന്നുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവുള്ളൂ. അതെ, എല്ലാവരും ഗ്രാമർ പഠിക്കാത്തവർ ചെയ്യുന്ന പ്രശ്നം എന്താണെന്നറിയോ? എല്ലാ കാര്യങ്ങളും പറയുമ്പോഴും ആം, ഹി, ഈസ്, ING ഫോം ഇത് മാത്രമേ യൂസ് ചെയ്യൂ. പക്ഷെ V3 ഫോം നമ്മൾ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഗ്രാമർ പഠിക്കാത്ത ആരെങ്കിലും V3 ഫോം യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടോ? റിട്ടേൺ, ഗോഡ് പറയോ? പറയാറില്ല. വെന്റും ഗോയും പറയും. V1 V2 നമ്മൾ മാക്സിമം എങ്ങനെ പോയാലും യൂസ് ചെയ്യും. പക്ഷെ V3 യൂസ് ചെയ്യില്ല. V3 യൂസ് ചെയ്യണമെങ്കിൽ അതിന് റൂൾ ഉണ്ട്. ആ റൂളിനെ ബേസ് ചെയ്ത് മാത്രമേ നമുക്ക് V3 യൂസ് ചെയ്യാൻ പറ്റും. ആ റൂള് പഠിച്ചാൽ നമുക്ക് അതും കുറച്ചൊക്കെ മനസ്സിലാകും. ആ റൂള് പഠിക്കണമെങ്കിൽ ഗ്രാമർ പഠിക്കണം. ഓക്കെ, അപ്പൊ ഐ ആം സിറ്റിംഗ് പറയും, ഹി ഈസ് വാച്ചിങ് പറയും, ഐ ഹാവ് വാച്ച്ഡ് പറയും. പറഞ്ഞിട്ടുണ്ടോ? ഗ്രാമർ അറിയാത്തവന് എനിക്ക് തോന്നില്ല ഹാവും ഹാസ് ഒക്കെ ഹാഡ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് സംശയമാണ്. ഹാവ് ബീൻ യൂസ് ചെയ്യോ, ഹാഡ് ബീൻ യൂസ് ചെയ്യോ? ഇല്ല. ഓക്കെ, കമ്മ്യൂണിക്കേഷന് അതും ആവശ്യമാണ്, പക്ഷെ കൺവേ ചെയ്യണമെങ്കിൽ അത് വേണ്ട, അത്രയേ ഉള്ളൂ. പക്ഷെ ഗ്രാമർ പഠിക്കണം കേട്ടോ. അപ്പൊ രമ്യ ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ രമ്യക്ക് ഗ്രാമർ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് നോട്ട് ചെയ്യണം കേട്ടോ. ടെൻസ് പഠിക്കട്ടെ, അപ്പൊ ഞാൻ പറയാം കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതെ മിസ്. ഓക്കെ, അപ്പോ ക്ലാസ് എടുക്കണം. നെക്സ്റ്റ് ക്ലാസ് നിങ്ങൾ ക്ലാസ് എടുക്കേണ്ടതാണ്. ഇംഗ്ലീഷ് എടുക്കാൻ പറ്റുമോ? ഇംഗ്ലീഷ് നോക്കിയാലോ? ഓക്കെ, റെഡിയാണോ? ഇംഗ്ലീഷിൽ മാത്രം. ഇംഗ്ലീഷ് മാത്രം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയാ, ജസ്റ്റ് മീനിങ് പറയണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഓക്കെ, മിക്സ് ചെയ്ത് പറഞ്ഞാലോ? പ്രിപ്പയർ ചെയ്യും, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ ആണോ എന്നല്ല, ഏതെങ്കിലും പ്രപ്പോസിഷനെ കുറിച്ചല്ലേ ക്ലാസ് എടുക്കണ്ടോ? മെയിൻ ഇംഗ്ലീഷ് മിസ് അല്ലെങ്കിൽ വേറെ ടോപ്പിക്ക് തരുമോ? ഇംഗ്ലീഷ് മിസ് പറഞ്ഞത് ഇംഗ്ലീഷിനെ കുറിച്ച് ക്ലാസ് എടുക്കാനോ?
ഇംഗ്ലീഷിനെ കുറിച്ചല്ല, ആ ഓക്കെ പ്രിപ്പോസിഷൻ ചാപ്റ്റർ നമ്മൾ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കണം. ഓക്കെ. എടുക്കാം മിസ്, അങ്ങനെ ഓക്കെ. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, 3 പ്രിപ്പോസിഷൻ നോക്കിയാൽ മതി, ഒരുപാട് വേണ്ട, ഒരുപാട് നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല, ക്ലാസ്സിന്റെ ടൈം പോകും. ഓക്കെ, 3 പ്രിപ്പോസിഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 3 പ്രിപ്പോസിഷൻ വെച്ചിട്ട് ഇംഗ്ലീഷിൽ അതിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കുക. ദെൻ മലയാളത്തിൽ ജസ്റ്റ് അതിന് മീനിങ് പറഞ്ഞു കൊടുക്കുക. കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് വേണമെന്നേ പറയുന്നില്ല, പക്ഷെ ഇംഗ്ലീഷ് വേണം, മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ആ രീതിയിൽ ക്ലാസ് എടുക്കുക. നിങ്ങളൊരു ക്ലാസ്സിലാണ്, കുഞ്ഞു കുട്ടികളല്ല മുന്നിൽ, അത് വേണ്ട, ഞാനാണെന്ന് വിചാരിക്കും, എനിക്ക് വേണ്ടി ക്ലാസ് എടുക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കും. ഓക്കെ, മിസ് CBSE ലെവലൊക്കെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് LKG വരെ ഫുൾ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കണം മിസ്. ഒരു രക്ഷയില്ല. മലയാളം അവർക്ക് മീനിങ് കൺവേ ചെയ്യാൻ പോലും നമുക്ക് മലയാളം യൂസ് ചെയ്യാൻ പാടില്ല. സ്ട്രിക്ട്ലി ഇംഗ്ലീഷാണ്. ഇഷ്ടം. അതുകൊണ്ട് മാക്സിമം പൊട്ടത്തിനാണെങ്കിൽ പറയൂ, നിങ്ങൾ പറഞ്ഞു പഠിക്കും, രസമാണ്. ആരും കളിയാക്കിയൊന്നുമില്ല, ഇവർക്കൊന്നും ആർക്കും ഇംഗ്ലീഷ് അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു. ഓക്കെ, നമ്മൾ കളിയാക്കാൻ ആരും വരില്ല. അയ്യോ നമ്മൾ എടുക്കുന്നുണ്ടല്ലോ എന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ. അതുകൊണ്ട് ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കും കേട്ടോ. മിസ് അങ്ങനെയല്ല, ഇവിടെ കുറെ പുലികളുണ്ട് മിസ് ഇംഗ്ലീഷില്. അതൊന്നും മൈൻഡ് ചെയ്യണ്ടല്ലേ, നമ്മളവരെ കണ്ടില്ലെന്ന് വെച്ചാൽ മതി. ഒരു ക്ലാസ്സിൽ ഇല്ല, അത് ജോയിൻ ചെയ്തിട്ടില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആ ടെൻഷൻ ഒന്നും വേണ്ട, ക്ലാസ് എടുക്കാം, ധൈര്യമായിട്ട് ക്ലാസ്. അതാരാണ് പുലികള്? രമ്യക്കാണ് കുറച്ചും കൂടി ഇംഗ്ലീഷ് നല്ലപോലെ അറിയുന്നത്. അല്ലല്ല, വേറെ ഗ്രാമറിലൊക്കെ മിക്കവാറും പുലികളായിട്ടുള്ള കുറെ പേരുണ്ട് മിസ്. രമ്യ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ളൂ. അതല്ല ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡീപ്പ് ഗ്രാമർ ഒന്നും അത്ര അല്ല, പക്ഷെ ഇതില് ഗോപിക ചേച്ചി അതുപോലെ അങ്ങനെ കുറച്ച് പേരുണ്ട് മിസ്സേ. കുറച്ച് എക്സാമ്പിൾസ് സെൻഡ് ചെയ്യുമ്പോൾ ഞാൻ അത് നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ചിലരൊക്കെ കറക്റ്റ്ലി ഗ്രാമർ യൂസ് ചെയ്ത് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അത് കോപ്പി അടിച്ചിട്ടാണെന്ന് എനിക്ക് അറിയില്ല, അത് വേറെ കാര്യം. ഓക്കെ, അവർ ഓൺ ക്രിയേഷനാണെങ്കിൽ അവർക്ക് അത്യാവശ്യം ഗ്രാമർ അറിയാം. ഓക്കെ, അതുകൊണ്ട് ഇതൊരു ചാലഞ്ച് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, ഇംഗ്ലീഷ് ക്ലാസ് എടുക്കും. തെറ്റിക്കോട്ടെ, മിസ്റ്റേക്ക് വരും, ആരെ പെർഫെക്റ്റ് ഒന്നല്ല, ഞാൻ പെർഫെക്റ്റ് ഒന്നല്ല. ഓക്കെ, തെറ്റും, പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ട് അതെന്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കേട്ടോ. ഇംഗ്ലീഷില് നല്ല നല്ല രസമായിട്ട് ക്ലാസ് എടുക്കാം. ഓക്കെ, സമയം ഒരുപാടായി, 30 കഴിഞ്ഞു. ഓക്കെ, അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാം നമുക്ക്. സൈൻ ഔട്ട് പറയൂ. സൈൻ ഔട്ട് വേറെ ആർക്കും വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ്. Sign out. I am signing out for today's class. Today's section was very helpful. We learned so much today. Thank you for teaching us today. See you next time in the classroom. Have a nice day. Thank you. Thank you, Miss. ഞാൻ വിചാരിച്ചു സൈൻ ഔട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചാണ്, അതുകൊണ്ടാണ് ചോദിച്ചേട്ടോ. ഓക്കെ, സോ താങ്ക് യു ഓൾ. സൈൻ ഔട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് മിസ്.